ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തിരുഹൃദയദാസൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് തിരുഹൃദയ മഹത്വത്തിനും സ്വാതജന സേവനത്തിനുമായി ജീവിതം സമർപ്പിച്ച ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ്റെ 91 ചരമവാർഷികത്തിനൊരുക്കമായുള്ള നവനാൾ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന SH പ്രൊവിൻഷ്യൽ ഹൗസിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥ്യത്തിലൂടെ അനേകം അനുഗ്രഹങ്ങൾ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ലഭിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ അനുഗ്രഹങ്ങളുടെ ഏതാനും സാക്ഷ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്കേറെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് കമ്പമേട് നിന്നും ആൻസി ബിനു തൻ്റെ ഭർത്താവിന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യം, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച അദ്ദേഹത്തിന് വീണ്ടും ജീവൻ ലഭിച്ച ആ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. വൈക്കത്തുള്ള ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ ഒരു സ്ട്രോക്ക് വന്നപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട എൻ്റെ ഭർത്താവ് ബിനുവിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചുവെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ധന്യൻ മത്തായിയച്ചൻ്റെ കബറിടത്തിങ്കൽ വന്ന് ഒരിക്കൽ കൂടി എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു തരുവാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ആശുപത്രിയിലേക്ക് യാത്ര ചെയ്തു. ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ സന്ദേശം ആശുപത്രിയിൽ നിന്ന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്പന്ദിക്കുവാൻ തുടങ്ങിയെന്ന്. എന്നാൽ അതേസമയം വീട്ടിൽ പന്തലിടാൻ സാധനങ്ങൾ എത്തുകയും പള്ളിയിൽ മരണമണി അടിക്കുകയും ഡെഡ് ബോഡി കൊണ്ടുപോകുവാൻ ആംബുലൻസ് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എൻ്റെ ഭർത്താവിന് ആദ്യം ഒരു സ്ട്രോക്ക് 3 വർഷം മുൻപ് ഉണ്ടായിരുന്നു. അദ്ദേഹം ICUവിലായിരുന്നപ്പോൾ കറുത്ത ഉടുപ്പിട്ട് മത്തായിയച്ചൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി സൗഖ്യം നൽകിയതായിട്ടൊരു ദർശനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് 3 വർഷം മക്കളില്ലാതിരുന്ന ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചതും മത്തായിയച്ചൻ്റെ മാധ്യസ്ഥം വഴിയാണ്. എൻ്റെ ഭർത്താവിനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഈശോയുടെ മാധ്യസ്ഥം വഹിച്ച മത്തായിയച്ചന് നന്ദി അർപ്പിക്കുന്നു. ഈശോയ്ക്കും 1000 നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇനി നമുക്ക് മറ്റൊരു സാക്ഷ്യത്തിലേക്ക് കടക്കാം. കരിമണ്ണൂരിൽ നിന്നും സെബാസ്റ്റ്യൻ ജോസഫാണ് തനിക്ക് ലഭിച്ച രോഗശാന്തിയെപ്പറ്റി എഴുതി അറിയിച്ചിരിക്കുന്നത്. എനിക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് 6 മാസം തികയുന്നതിന് മുൻപ് വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കയറ്റിയപ്പോൾ 5% മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ പങ്ങൾ സിസ്റ്റർ ജോസി മരിയ SH മറ്റു സിസ്റ്റേഴ്സിനോടും പറഞ്ഞ് ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ച് കാത്തിരുന്നു. തൊടുപുഴ സെൻറ് മേരീസ് ആശുപത്രിയിലെ മാത്യു ഡോക്ടറായിരുന്നു 5% പ്രതീക്ഷയേ ഉള്ളൂ എന്ന് പറഞ്ഞത്. എന്നാൽ ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥ്യം വഴി എനിക്ക് അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഇനി തമ്പലക്കാട് നിന്നും ലഭിച്ച ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. തൻ്റെ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തെ പറ്റിയും അവളുടെ കുഞ്ഞിന് ലഭിച്ച ആ സൗഖ്യത്തെയാണ് ഇവിടെ എഴുതി അറിയിച്ചിരിക്കുന്നത്. എൻ്റെ മകൾ ഗർഭിണിയായി 1-2 മാസമാകുമ്പോൾ അബോർഷനായി പോകുമായിരുന്നു. അങ്ങനെ 4 പ്രാവശ്യം അബോർഷനായി. ഞാൻ ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നുകൊള്ളാമെന്നും ഒരു ഫോട്ടോ കബറിടത്തിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും നേർച്ച നേർന്നു. വീണ്ടും 5-ാം പ്രാവശ്യം എൻ്റെ മകൾ ഗർഭിണിയായി. യാതൊരു കുഴപ്പവുമില്ലാതെ നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ധന്യൻ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ തിരുഹൃദയം ഞങ്ങൾക്ക് നൽകിയ
ഈ അനുഗ്രഹത്തിന് ആയിരം ആയിരം നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു.